നെഗറ്റീവ് ഇമോഷൻസിനെ ഓൺട്രപ്രണേഴ്സിന് എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം? നിങ്ങളെല്ലാവരും ദജാവു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. യെസ്. എന്താണ് ദജാവു? ഓണ്ടർപ്രണറിന്റെ ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമോഷൻസ് ആണ്. നമ്മളെപ്പോഴും ചോദിക്കുന്ന വാട്ട് ഇസ് ഓപ്പോസിറ്റ് ഓഫ് സക്സസ് എന്ന് ചോദിച്ചാൽ ആൾക്കാർ എപ്പോഴും പറയും ഫെയിലിയർ ആണ്. പക്ഷെ ഒരു ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ടത് ഉജാദേ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ആണ്. ഫെയിലിയർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ്, ഫെയിലിയർ ഈസ് എ പാർട്ട് ഓഫ് സക്സസ്. നമുക്കൊരു സക്സസ് ഉണ്ടായാൽ ഇത് വായിക്കുക, ഇതും കടന്നു പോകും. ഹ്യൂമൻ നീഡ് അത് സ്റ്റാർബക്സ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അതെ, കഴിഞ്ഞ ദിവസം ചെയ്തായിരുന്നു കേട്ടോ. സ്റ്റാർബക്സിൽ പോയിട്ട് ചുമ്മാ കോഫി കുടിച്ചാൽ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്, ഞങ്ങള് വർത്താനം പറഞ്ഞ് ഇരുന്ന് ഫെൽറ്റ് ഓസം. അത് എല്ലാ സീറ്റ്സ് എല്ലാം പ്ലേസ് ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. നമുക്ക് ഇരുന്ന് ഇന്ററാക്ട് ചെയ്യേണ്ട സീറ്റ്സ് എല്ലാം വെരി ക്ലോസ്ഡ് ആണ്. ഇരുന്ന് ഞാൻ കയറ്റിയിട്ട് നമ്മൾ വലിയ അടുത്ത് തന്നെ വരും. അവരെ നോക്കി കഴിഞ്ഞപ്പോ ചുറ്റും നോക്കുമ്പോഴത്തേക്ക് ആളുകൾ ഇരുന്ന് ലാപ്ടോപ്പിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു വെരി പീസ്ഫുൾ. നമുക്ക് അങ്ങനെ ഇരിക്കാൻ തോന്നും. പിന്നെ എപ്പോഴും ഒരു ഓണ്ടർപ്രണർ ചെയ്യേണ്ടത് ഹി ഹാസ് ടു കം ഡൗൺ ആൻഡ് ടേക്സ് എ വേർംസ് ഐ വ്യൂ അബൌട്ട് ദ വേൾഡ്. നമ്മളെപ്പോഴും പറയുന്നത് ബേർഡ്സ് ഐ വ്യൂ ആണ്. നമ്മളെപ്പോഴും പ്രോബ്ലത്തിനകത്ത് വന്നിട്ട് യു ഷുഡ് ടേക്ക് എ വേർംസ് ഐ വ്യൂ. അങ്ങനെ ചെയ്ത ഒരാളാണ്. ഹി വാസ് എൻ IIT കാൺപൂർ ഗ്രാജുവേറ്റ് ആൻഡ് എൻ IIM അഹമ്മദാബാദ് ഗ്രാജുവേറ്റ്, MBA ഗ്രാജുവേറ്റ്. അത്രയും ഹൈലി ക്വാളിഫൈഡ് ആയിട്ട് ഗോൾഡ്മാൻ സാക്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്നൊരു ദിവസം റിസൈൻ ചെയ്ത് അദ്ദേഹം ഒരു സെക്യൂരിറ്റി ഗാർഡായി മാറി. അദ്ദേഹം ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ സെക്യൂരിറ്റി ആയിട്ട് എല്ലാ ദിവസവും 14 മണിക്കൂർ വീതം ഫ്ലാറ്റിലെ ആളുകളുമായിട്ടും അവിടെ വന്നു പോകുന്ന ഗസ്റ്റുമായിട്ടും അവിടെ വന്നു പോകുന്ന ഈ പറഞ്ഞ ഈ സെല്ലേഴ്സ് അങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് അവിടുത്തെ റിയൽ പെയിൻ, ഒരു ഗേറ്റിംഗ് കമ്മ്യൂണിറ്റിയുടെ റിയൽ പെയിൻ, ഒരു സെക്യൂരിറ്റി ഓഫ് ദി ഗേറ്റിംഗ് കമ്മ്യൂണിറ്റിയുടെ റിയൽ പെയിൻ പോയിന്റ് പഠിച്ചു. അങ്ങനെയാണ് മൈഗേറ്റ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടായത്. അതെ, മിസ്റ്റർ അഭിഷേക്. അപ്പോ അതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീൻ ആൻഡ് റെഡ് ബട്ടൺ ആണ്. അപ്പൊ ആ ഒരു സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം വളരെ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള, വളരെ പ്രായം കൂടിയ അല്ലെങ്കിൽ അങ്ങനെ ഒരാളായിരിക്കും. അപ്പൊ അവർക്ക് വളരെ ഈസി ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ് അവർ ഡെവലപ്പ് ചെയ്തത്. അപ്പൊ അത് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത് ഹീ വെന്റ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ആ ഒരു എൻവയോൺമെന്റിൽ നിന്നിട്ടാണ് അദ്ദേഹം ചെയ്യാൻ പഠിച്ചത്. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ പൈസയുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് റെസ്റ്റോറന്റ് തുടങ്ങാം എന്ന് പറഞ്ഞാൽ തുടങ്ങുകയാണ്. പക്ഷെ നമ്മൾ ശരിക്കും പറഞ്ഞ ഏത് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആ ബിസിനസിന്റെ കൂടെ ആയി അതിന്റെ എല്ലാ പ്രശ്നങ്ങളും മനസ്സിലാക്കി കുറെ സമയം സ്പെൻഡ് ചെയ്ത ആ ഇൻസൈറ്റ്സുമായിട്ട് മാത്രമേ നമ്മൾ ബിസിനസ് തുടങ്ങാവുള്ളൂ. അത് എപ്പോഴും ലേൺ അറ്റ് ദ കോസ്റ്റ് ഓഫ് സംബഡി എൽസസ് മണി. കാരണം നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ട് അതിന്റെ കോസ്റ്റിൽ നമ്മൾ ലേൺ ചെയ്യാൻ പോകരുത്. നമ്മൾ വേറൊരാളോട് അസോസിയേറ്റ് ചെയ്യുക, അയാളുടെ ബിസിനസ്സിൽ നിന്ന് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പഠിക്കുക, എന്നിട്ട് നമ്മുടെ ബിസിനസ് തുടങ്ങുക. അതാണ് വേണ്ടത്. അതെ, സാറ് പറഞ്ഞ പോലെ ഇപ്പൊ ഈ ആളുകള് കസ്റ്റമേഴ്സിന് ഡിസിഷൻ എടുക്കേണ്ടത് അവരൊരു ഇമോഷണൽ ആണെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർ ആ ഒരു ഫീലിങ്സ് കൊടുക്കാൻ സ്റ്റാർബക്സ് കൊണ്ടുവന്ന ആശയങ്ങളും അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇതേപോലെ തന്നെ ഒരു ഇമോഷണലി ഒരു ഹോണ്ടിങ് ജേർണിയാണ് എന്റെയും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടും ഈ ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു വെരി അൺസർട്ടൺ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ഇന്ന് രാവിലെ ചിലപ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ടായിരിക്കും, നാളെ രാവിലെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ടാവില്ലായിരിക്കും, നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണ്ടാവില്ല. ആ ഒരു ഒത്തിരി നമ്മൾ ആ ഒരു നെഗറ്റീവ് ഇമോഷൻസിനെ ഓണ്ടർപ്രണേഴ്സ് എപ്പോഴും കടന്നു പോവാറുണ്ട്. ഇപ്പൊ അത് ഡേ ബൈ ഡേയില് ഇപ്പൊ മോർണിംഗിലുള്ള ഫീലിംഗ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഇമോഷൻ ആയിരിക്കില്ല ഉച്ചയ്ക്ക്, അല്ലെങ്കിൽ നമ്മള് നമ്മുടെ ഒരു ആശയം മറ്റൊരാളുടെ പങ്കുവെക്കുമ്പോഴും ആ ഇമോഷനും എല്ലാം ഷെയർ ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിയാക്ഷനും നമ്മൾ തന്നെ ഇമ്പാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് ഇമോഷൻസിനെ ഓണ്ടർപ്രണേഴ്സിന് എങ്ങനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം? നമ്മളെ എപ്പോഴും പഠിപ്പിച്ചിട്ടുള്ളത് തിങ്ക് പോസിറ്റീവ്, എപ്പോഴും നല്ല കാര്യങ്ങൾ ആലോചിക്കുക, പോസിറ്റീവ് തോട്ട്സിനെ എൻകറേജ് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കുക. പക്ഷേ ഓണ്ടർപ്രണറിന്റെ ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമോഷൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, JK റൗളിംഗ് ഒരു ട്രെയിൻ വരാൻ വെയിറ്റ് ചെയ്ത ആ ബോർഡത്തിൽ നിന്നാണ് ഹാരി പോട്ടർ ഉണ്ടായത്. അതുപോലെ ഫ്രസ്ട്രേഷൻ, നമ്മളെല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട്. ഓണ്ടർപ്രണേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. ആൻഡ് ഇഫ് യു ആർ ഫ്രസ്ട്രേറ്റഡ്, യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ്.
കാരണം ഫ്രസ്ട്രേഷനിൽ നിന്നാണ് ഈ ലോകം കാണുന്ന $1 ബില്യൺ ബിസിനസ്സുകൾ എല്ലാം ഉണ്ടായിട്ടുള്ളത്. ഉദാഹരണത്തിന് റീഡ് ഹോസ്റ്റിംഗ്, അദ്ദേഹമാണ് നെറ്റ്ഫ്ലിക്സിന്റെ ഫൗണ്ടർ. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ഏറ്റവും വലിയ CD റെന്റൽ സർവീസസ് ആയിരുന്നു ബ്ലോക്ക് ബസ്റ്റർ. അപ്പൊ ബ്ലോക്ക് ബസ്റ്ററിൽ പോയി അദ്ദേഹം ഒരു CD എടുത്തു. ആ CD എടുത്ത് അദ്ദേഹം തിരിച്ചു കൊടുക്കാൻ പോയപ്പോ ഹി വാസ് ചാർജ്ഡ് വിത്ത് എ ലേറ്റ് ഫീ ഓഫ് $40 ആൻഡ് ഹി വാസ് റിയലി ഫ്രസ്ട്രേറ്റഡ്. ആ ഫ്രസ്ട്രേഷനിൽ നിന്നാണ് അയാള് ഒരു പാരലൽ ആയിട്ടുള്ള ഒരു CD റെന്റൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെയിറ്റ് ചെയ്യൊന്നും വേണ്ട, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അവിടെ വീട്ടില് എത്തിച്ചു കൊടുക്കും CD. പക്ഷെ എന്നാലും ആ മോഡല് വയബിൾ ആയില്ല. ദ ഇൻവെന്ററി കോസ്റ്റ് വാസ് വെരി ഹൈ. അപ്പോ എന്ത് ചെയ്തു, ആ ഓപ്പറേഷൻസ് മൊത്തം ബ്ലോക്ക് ബസ്റ്ററിന് സെല് ചെയ്യാൻ തീരുമാനിച്ചു. $50 മില്യൺ അവര് അത് സെല് ചെയ്യാനായിട്ട് ബ്ലോക്ക് ബസ്റ്ററിന് അടുത്ത് പോയപ്പോ they were ridiculed and again he was frustrated. ആ ഫ്രസ്ട്രേഷനിൽ നിന്നാണ് ഇവര് നെറ്റ്ഫ്ലിക്സ് സ്ട്രീമിംഗ് സർവീസ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് DVD ഒന്നും വേണ്ട, നമുക്ക് ഏത് മൂവി വേണമെങ്കിലും നമുക്ക് ടിവിയിൽ കാണാം എന്നുള്ളൊരു ചെയ്തത്. അപ്പോ അദ്ദേഹത്തിന് ആ ലേറ്റ് ഫീ കൊടുത്തില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആയില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന നെറ്റ്ഫ്ലിക്സ് ഉണ്ടാവില്ലായിരുന്നു. അതുപോലെ ഇതുപോലൊരു ഫ്രസ്ട്രേഷന്റെ കഥയാണ് ലോകത്തിലെ ഏറ്റവും വലിയ AI ബില്യണേഴ്സില് ഒരാളൊരു ഇന്ത്യനാണ്. അദ്ദേഹത്തിന്റെ പേര് അരവിന്ദ് ശ്രീനിവാസൻ എന്നാണ്, പെർപ്ലെക്സിറ്റിയുടെ. അപ്പോ അദ്ദേഹം ഓപ്പൺ എഐയിലും ഡീപ് മൈൻഡിലും ഒക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം ഫേസ് ചെയ്തിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, അദ്ദേഹം ഗൂഗിളിന്റെ അടുത്ത്, ഗൂഗിൾ ഈസ് എ സെർച്ച് എഞ്ചിൻ, ഗൂഗിളിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഗൂഗിൾ നമുക്ക് എന്താ തരുന്നത്? ഗൂഗിൾ നമുക്ക് ഒരുപാട് ലിങ്കുകളാണ് തരുന്നത്. എന്നിട്ട് നമ്മളിപ്പോ ഒരു ബിരിയാണി ചോദിച്ചാൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള കുറെ സാധനങ്ങൾ തരും. അതുപോലെയാണ് ഹി ഫെൽറ്റ് ലിറ്ററലി. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കണ്ടുപിടിക്കണം. ഹി വാസ് ആസ്കിങ് ദ ക്വസ്റ്റ്യൻ, വൈ കാൻ വി ഹാവ് സംതിങ് ദാറ്റ് തിങ്സ് ലൈക്ക് മീ, എന്നെ പോലെ ചിന്തിക്കുകയും എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അതിനുള്ള സൊല്യൂഷൻസ് തരികയും ചെയ്യുന്ന ഒരു സിസ്റ്റം എന്തുകൊണ്ട് ഡെവലപ്പ് ചെയ്തുകൂടാ? ആ ഫ്രസ്ട്രേഷനിൽ നിന്നാണ് ലോകത്തിലെ ആദ്യത്തെ ആൻസർ എഞ്ചിൻ, സെർച്ച് എഞ്ചിനിൽ നിന്ന് ആൻസർ എഞ്ചിനിലേക്കുള്ള ഒരു യാത്ര അദ്ദേഹം തുടങ്ങിയത്. അങ്ങനെയാണ് പെർപ്ലെക്സിറ്റി ഉണ്ടായത്. അതുപോലെ മൂന്നാമത്തെ ഒരു ഫ്രസ്ട്രേഷന്റെ കഥയാണ് ലോകത്തിലെ ആദ്യത്തെ ഇമെയിൽ തുടങ്ങിയത് ഒരു ഇന്ത്യക്കാരനാണ്. അപ്പോ അദ്ദേഹം സമീർ ഭാട്ടിയ. അദ്ദേഹം ഓഫീസുകളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അന്നത്തെ സമയത്ത് ഇമെയിൽ ആക്സസ് ഓഫീസ് കമ്പ്യൂട്ടറിൽ നിന്ന് മാത്രമേ പറ്റുകയുള്ളൂ. അപ്പൊ ഇദ്ദേഹം ചോദിച്ച ചോദ്യമാണ് എന്തുകൊണ്ട്, അപ്പം ഇദ്ദേഹത്തിന് പുറത്ത് പോകുമ്പോഴോ വേറെ ട്രാവൽ ചെയ്യുമ്പോഴോ ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല, ഓഫീസിൽ നിന്നുള്ളതെന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇദ്ദേഹം ചോദിച്ച ചോദ്യമാണ് ലോകത്ത് എവിടെയുള്ള ഏത് ഡിവൈസിൽ നിന്നും എന്തുകൊണ്ട് എനിക്ക് ഇമെയിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പൊ ആ ചോദ്യത്തിൽ നിന്നുള്ള ഉത്തരമായിട്ടാണ് ഹോട്ട്മെയിൽ വരികയും ഹോട്ട്മെയിൽ വിത്തിൻ 18 months $400 മില്യൺ മൈക്രോസോഫ്റ്റ് വാങ്ങിക്കുകയും ചെയ്തത്. അപ്പോ നെഗറ്റീവ് ഇമോഷൻസിനെ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ട്രാക്കിലേക്ക് ചാനലൈസ് ചെയ്യുകയാണ് ഓണ്ടർപ്രണേഴ്സ് ചെയ്തത്. അല്ലാതെ നെഗറ്റീവ് ഇമോഷൻസിൽ നിന്ന് ഓടി മാറുകയല്ല ചെയ്യേണ്ടത്. എനിക്ക് ഓണ്ടർപ്രണേഴ്സ് എല്ലാവരും പേടിക്കുന്നതാണ് നെഗറ്റീവ്. ലിറ്ററലി ഞങ്ങള് ഇരുന്ന് സംസാരിക്കുന്ന, നമ്മളൊരു ഫസ്റ്റ് ടൈം ഫൗണ്ടേഴ്സ് ആവുന്നതുകൊണ്ട് പിന്നെ ഒരു ജോലിയുടെ കൺസെപ്റ്റിൽ നിന്ന് മാറി ഇരുന്ന് നമുക്ക് ഒത്തിരി നെഗറ്റീവ് ഇമോഷൻസ് കൂടുതൽ വരും. കുടുംബം ഇത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചില ദിവസം ഇറ്റ്സ് എ ഗുഡ് ഡേ, ചില ദിവസം ഇറ്റ്സ് എ ബാഡ് ഡേ. അതുള്ള രീതിയിൽ ഞങ്ങള് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് ഞാൻ നമ്മളൊന്നും പറയത്തില്ല, ഞാൻ ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് നെഗറ്റീവ് ഇമോഷൻ. പക്ഷെ ഒരു ലേറ്റ്ലി ആണ് നമുക്ക് മനസ്സിലായത്, ഓക്കെ ദിസ് ഈസ് ജസ്റ്റ് എ ഫീലിംഗ്, നമുക്ക് ഇതിനൊരു ആൻസർ ആണ് വേണ്ടത്, അല്ലാതെ ഇതിൽ നിന്ന് റിയാക്ഷൻ അല്ല വേണ്ടത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇപ്പോഴും സാറ് പറയുമ്പോഴത്തേക്കത് ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കും. കഴിഞ്ഞ ദിവസം കൂടെ നമ്മള് ഇപ്പൊ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ റെഡ് ടൈപ്ഡ് ആണല്ലോ എല്ലാ കാര്യം, നമ്മളതിനകത്ത് കുരുങ്ങി കിടക്കണം ഇപ്പൊ ഒരു ബിസിനസിന്റെ ഇത്. അപ്പൊ നമുക്ക് ചില ദിവസം അപ്പൊ ഇപ്പൊ ലേറ്റ്ലി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, ഓക്കെ വാട്ട് ഇസ് നെക്സ്റ്റ് സ്റ്റെപ്പ്, എന്താ ലൈക്ക് there is no point in me getting frustrated and wasting my time. അതെ, ആ ഒരു നെഗറ്റീവ് ഇമോഷൻസ് റൈറ്റ് രീതിയിൽ ചാനൽ ചെയ്തപ്പം കൂടുതൽ മറ്റേ സൊല്യൂഷൻസ് വരാൻ തുടങ്ങി. സത്യമായിട്ടുള്ള പിന്നെ വേണ്ടത് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ആരും കാണാത്തത് കാണാൻ സാധിക്കുന്നത് പോലെയാണ്
നിങ്ങളെല്ലാവരും ദജാവു എന്ന് കേട്ടിട്ടുണ്ടല്ലോ. യെസ്, എന്താണ് ദജാവു? ഒരു ഇലൂഷണറി. ദജാവു എന്ന് പറഞ്ഞാൽ യു ആർ ഇൻ എ ന്യൂ പ്ലേസ് ആൻഡ് യു ഫീൽ ദാറ്റ് യു ഹാവ് ബീൻ ഹിയർ, ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ള തോന്നല്. പക്ഷെ ഒരു ഓണ്ടർപ്രണർഷിപ്പിന് വേണ്ടത് ഉജാദെ എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ആയിരിക്കുന്ന ഒരു സ്ഥലത്തായിരിക്കാനും ആ സ്ഥലത്തെ ഒരു ഡിഫറെന്റ് പെർസ്പെക്റ്റീവിൽ കാണാനും സാധിക്കുന്നതാണ് ഉജാദെ. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു പ്രോബ്ലം, പക്ഷെ അതിനെ ഒരു ഡിഫറെന്റ് ലെൻസിൽ കാണാൻ സാധിക്കുമ്പോഴാണ് അതൊരു ഓണ്ടർപ്രണർഷിപ്പിന്റെ ഓപ്പർച്യൂണിറ്റി ആവുന്നത്. ഉദാഹരണത്തിന് എയർബിഎൻബിയുടെ ഫൗണ്ടേഴ്സ്, അവർക്ക് ആക്ച്വലി താമസം വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോഴാണ് അവർ ആലോചിച്ചത് അവരുടെ ഫ്ലാറ്റിൽ ഒരു റൂം ഉണ്ട്, ആ റൂം എന്തുകൊണ്ട് റെന്റിന് കൊടുത്തുകൂടാ. അങ്ങനെയാണ് അവര് എയർബിഎൻബി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ വേറെ ഏത് എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം 3M അവര് ഒരു സ്ട്രോങ് അഡ്ഹസീവ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ജേർണിയിലായിരുന്നു. പക്ഷെ അതിന്റെ ഫ്ലിപ്പ് സൈഡിൽ അവർക്ക് ഉണ്ടാക്കി വന്നപ്പോ വന്നത് വളരെ വീക്കായിട്ടുള്ള ഒട്ടിയ പറഞ്ഞു പോരുന്ന ഒരു ജെല്ലാണ് ഉണ്ടായത്. പക്ഷെ പിന്നീടാണ് അവര് അത് സ്റ്റിക്കി നോട്ട്സ് എന്നുള്ള അവരുടെ ഒരു $1 ബില്യൺ ഇൻഡസ്ട്രി ആയിട്ട് മാറ്റിയത്. അതുപോലെ ഈ പറഞ്ഞ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്രോ. ഒരാള് അദ്ദേഹത്തിന്റെ ഡോഗുമായിട്ട് പുറത്തു പോയപ്പോ തിരിച്ചു വന്നപ്പോ ആ ഡോഗിന്റെ ദേഹത്ത് മൊത്തം ചെറിയ ആ ഒരു അത് ഒട്ടിയിരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് അത് ഒട്ടിയിരിക്കുന്നതെന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കിയത്. അപ്പൊ എന്തുകൊണ്ട് അത് നമ്മുടെ ഷൂസിൽ ഉപയോഗിച്ചുകൂടാന്ന് അദ്ദേഹം ആലോചിച്ചു. അപ്പോ നമ്മള് ഡെയിലി കാണുന്ന കാര്യങ്ങൾ തന്നെ അതൊരു ഡിഫറെന്റ് ഒരു പെർസ്പെക്റ്റീവില് കാണാൻ സാധിക്കുന്നതാണ് ഉജാദെ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പുതിയ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കണ്ട, നമ്മുടെ ഒബ്സർവേഷൻ മാറ്റിയാൽ മതി. അത് വളരെ രസകരമായ ഒരു കഥയുണ്ട്. അതൊരു ഇമാജിനറി കഥയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു മെഡിക്കൽ കോളേജില് ഒരു ഫേമസ് പ്രൊഫസർ ഉണ്ട്. അപ്പൊ ആ പ്രൊഫസറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഇയേഴ്സ് എല്ലാവരും ഇങ്ങനെ ആങ്ഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഇയാളൊരു മാവറിക് പ്രൊഫസറാന്ന് പറയാം. ഇയാൾ എന്ത് ചെയ്യും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. അപ്പൊ എല്ലാവരും ഭയങ്കര ആന്റിസിപ്പേറ്ററി ആണ്, പക്ഷെ എന്നാലും കുറച്ച് ഒരു ടെൻസ്ഡും ആണ്. അപ്പൊ ഇയാൾ ആദ്യം ക്ലാസ്സിൽ വന്ന് എല്ലാരും വിഷ് ചെയ്ത് കഴിഞ്ഞ് ഒന്നും പറയാതെ ഇവരെ നേരെ മോർച്ചറിയിലോട്ടാണ് കൊണ്ടുപോയത്. എന്നിട്ട് മോർച്ചറിയിൽ പോയി അവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നുണ്ട്. എന്നിട്ട് ഇയാള് എല്ലാരെയും ചുറ്റും നിർത്തി എന്നിട്ട് പറഞ്ഞു ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഇയാള് ഒരു വിരലെടുത്ത് ആ ഡെഡ് ബോഡിയുടെ വായിക്കകത്തിട്ടു. എന്നിട്ട് അയാളുടെ നാക്കിൽ തൊട്ടു. അപ്പൊ ഇറ്റ് വാസ് ഡിസ്കസ്റ്റിംഗ്. അപ്പോ ഇയാള് പറഞ്ഞു ഈ ഞാൻ ചെയ്തതുപോലെ തന്നെ എല്ലാരും ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അവസാനം കുറെ റെസിസ്റ്റൻസ് കഴിഞ്ഞ് ഇവർക്ക് മനസ്സിലായി ഇയാള് സമ്മതിക്കില്ല, ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോ മനസ്സിലാക്കിയപ്പോ ഓരോരുത്തരായിട്ട് വന്ന് ചെയ്യാൻ തുടങ്ങി. ചിലർ ഛർദ്ദിച്ചു, ചിലർ ബോധം കെട്ട് വീണു. അങ്ങനെ എല്ലാവരും തീർത്തതിന് ശേഷം തിരിച്ച് ക്ലാസ്സിൽ കൊണ്ടുവന്ന് ഇയാള് പറഞ്ഞു ഒരു ഡോക്ടറിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കഴിവ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ സ്കില്ലാണ്. ഞാൻ എൻ്റെ ചൂണ്ടുവിരലാണ് അതിന്റെ കൈ വായിക്കാത്തിട്ടത്, എന്നിട്ട് എൻ്റെ നടുവിരലാണ് എൻ്റെ നാക്കിൽ വെച്ചത്. നിങ്ങൾ ഇട്ട വിരല് തന്നെ നാക്കിൽ വെച്ചു. അപ്പോ ഒരു ഡോക്ടറിന് വേണ്ട ഏറ്റവും വലിയ സ്കില്ല് ഒബ്സർവേഷനാണ്. ഞാൻ ഡോക്ടർ എന്നുള്ളത് ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് പറയും. ഒരു ഓണ്ടർപ്രണറിന് വേണ്ടത് ഒബ്സർവേഷൻ സ്കിൽസ് ആണ്. ശരിക്കും ട്രൂ ആട്ടോ. നമ്മളിപ്പോ പ്രോബ്ലം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇപ്പൊ എല്ലാത്തിന്റെ ഒരു ഓണ്ടർപ്രണറിന്റെ സെൻട്രൽ തിങ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹഗ് ചെയ്യുന്ന തിങ് പ്രോബ്ലം ആണല്ലോ. ട്രൈങ് ടു സോൾവ് ഇറ്റ് ഇൻ ഡിഫറെന്റ് ആംഗിൾസ്. അപ്പൊ ഒരു പ്രോബ്ലം ഫൈൻഡ് ചെയ്യണമെങ്കിൽ ഏറ്റവും വേണ്ടത് ഒബ്സർവേഷൻ ആണ്. നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഞാനൊരു ബുക്ക് വായിച്ചായിരുന്നു ലേറ്റ്ലി, ലോഞ്ചിൻ 5 എന്ന് പറഞ്ഞിട്ട്. അതിന്റെ പേര് പറഞ്ഞത് അതിനകത്ത് പറഞ്ഞ കാര്യമുണ്ട്. നമ്മള് സാർ ആദ്യം പറഞ്ഞ തന്നെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ യു ആർ ആക്ച്വലി ലക്കി. അതിനകത്തൊരു പ്രോബ്ലം കണ്ടുപിടിച്ചെങ്കിൽ ലക്കി. നിങ്ങൾക്ക് 90% കാര്യങ്ങൾ ചെയ്യണ്ട, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. നമ്മൾ ആ ഒബ്സർവേഷൻ സ്കില്ല്
വിട്ടിട്ട് നമ്മൾ ഈ സൊല്യൂഷന്റെ പുറകെ പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ തലയ്ക്കകത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഓണ്ടർപ്രണേഴ്സ് ഫെയിൽ ആവുന്നത്. ശരിക്കും ഫെയിലിയർ അല്ല, നമ്മള് ദേ ആർ നോട്ട് ഫോക്കസിങ് ഓൺ ദ റൈറ്റ് സ്പോട്ട്. തീർച്ചയായിട്ടും. കാരണം നമ്മള് എപ്പോഴും ഇംപ്രൂവ്മെന്റിനാണ് നമ്മള് പുതിയതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഓൾറെഡി ഇംപ്രൂവിംഗ് സംതിങ് ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഈസ് ഓൾസോ ഇന്നോവേഷൻ. അതെല്ലാരും മറന്നു പോവാണ്. അതെ അതെ അതെ, ശരിക്കും ഒരു ഇതാണ്. നമുക്ക് ഇപ്പൊ ഞങ്ങളുടെ ഒരു ജേർണി ആണെങ്കിലും നമ്മള് ആദ്യം നോക്കിയത് ഒരു ഒറിജിനൽ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്തു. അപ്പം മനസ്സിലായി ഒറിജിനൽ എക്സിസ്റ്റിംഗ് അല്ല. കാരണം ഹെൽത്ത് കെയർ വെരി കോംപ്ലക്സ് ആണ്. ഇതെല്ലാം ഒരു സർവീസ് ഇൻഡസ്ട്രി ആകുമ്പോൾ ആ സർവീസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സർവീസിന് വിട്ട് സർവീസ് അവിടെ കോമൺ ഫാക്ടറാണ്. അപ്പൊ ഇന്നോവേഷൻ ഈസ് ഓൾവേസ് ഇംപ്രൂവ്മെന്റ്. ആ ഒരു കൺസെപ്റ്റ് ചെയ്ത് നോക്കുമ്പോ അപ്പൊ അങ്ങനെ നോക്കി പിന്നെ ഈ പറഞ്ഞ എന്താണ് നമുക്ക് എന്തും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. ഞാൻ ഈ അടുത്ത് വായിച്ചൊരു ആർട്ടിക്കിളാണ്. എയർപോർട്ട്സ് ഒരു $1 ബില്യൺ റീറ്റെയിൽ ഇൻഡസ്ട്രി റൺ ചെയ്യുന്നുണ്ട്. എയർപോർട്ട്സ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫ്യൂവൽ എന്താണെന്നറിയോ? വെയിറ്റിംഗ് ടൈം ആണോ? പാസഞ്ചർ എക്സോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മടുപ്പ്. എയർപോർട്ടിന്റെ ഡിസൈൻ നമ്മൾ അകത്ത് കയറിയാൽ കുറേ നടന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഗേറ്റുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനു മുമ്പ് നമ്മൾ ആദ്യം ഈ ലഗേജ് എല്ലാം എടുത്ത് നമ്മള് ടിക്കറ്റ് എടുക്കണം. അതിനുശേഷം സെക്യൂരിറ്റി ചെക്ക് കഴിയണം. അതിനുശേഷം കുറേ ദൂരം നടക്കണം. അപ്പൊ ഇത്രയും പ്രോസസ്സ് കഴിയുമ്പോൾ ഒരു സാധാരണ മനുഷ്യന്റെ കുറേ എനർജി ഡ്രെയിൻഡ് ആവും. അങ്ങനെ ഡ്രെയിൻഡ് ആവുമ്പോ നമ്മുടെ റാഷണൽ തിങ്കിങ് കുറയും. അങ്ങനെ തിങ്കിങ് കുറയുമ്പോ നമ്മള് വി ഗോ ഫോർ പർച്ചേസ്. നമ്മുടെ അല്ലല്ല, ഞാൻ ഇത്രയും മെനക്കെട്ടില്ലേ, അപ്പൊ ഇനിയിപ്പോ ഒരു 500 രൂപയുടെ ചായ കുടിക്കാം. അല്ല, ഇത്രയും ബുദ്ധിമുട്ടില്ല. അപ്പൊ ഐ ക്യാൻ ഗിവ് മൈസെൽഫ് എ ട്രീറ്റ് ഓഫ് $500. ഒരു 500 രൂപയുടെ ചായ കുടിച്ചാലും കുഴപ്പമില്ല. അപ്പൊ ഇങ്ങനെ മടുത്തിരിക്കുന്ന സമയത്താണ് ഈ ആൾക്കാരുടെ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. കാരണം ഇത് നമ്മുടെ വിൽ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്, ഒരു ഫൈനൈറ്റ് കോമോഡിറ്റിയാണ്. ഒരു ദിവസം നമുക്ക് ഇത്ര വിൽ പവർ ഉണ്ടാവുക. അപ്പോ അത് ഒരു സർട്ടൻ പോയിന്റ് ഓഫ് ഇത് കഴിയുമ്പോൾ തീരും. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ മിസ്റ്റേക്സും സംഭവിക്കുന്നത് വൈകുന്നേരമാണ്. നമ്മുടെ എന്താണ് ഫുഡ് തെറ്റുന്നത് വൈകുന്നേരമാണ്. നമ്മൾ ബിഞ്ച് വാച്ച് ചെയ്യുന്നത് വൈകുന്നേരമാണ്. അങ്ങനെ നമ്മുടെ എല്ലാ ബാഡ് ഹാബിറ്റ്സും നടക്കുന്നത് വൈകുന്നേരമാണ്. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ അന്നത്തെ വിൽ പവറിന്റെ കപ്പാസിറ്റി കഴിഞ്ഞു, ബാറ്ററി തീർന്നു. അപ്പോ നമുക്ക് ഒന്നിനോട് നോ പറയാൻ പറ്റാതെ വരും. അപ്പൊ ഇതുപോലെ കസ്റ്റമേഴ്സിനെ ഒന്നിനും നോ പറയാൻ പറ്റാത്ത ഒരു പ്രോസസ്സിലൂടെ കടത്തി വിട്ടിട്ടാണ് ഈ പറയുന്ന ലക്ഷറി ബ്രാൻഡ്സിലേക്ക് അവരെ കയറ്റിവിടുന്നത്. അപ്പൊ പാസഞ്ചർ എക്സോഷനിൽ നിന്നും ഒരു $1 ബില്യൺ ഇൻഡസ്ട്രി ഉണ്ടാക്കിയതാണ് എയർപോർട്ട് റീറ്റെയിൽ ഇൻഡസ്ട്രി. അപ്പൊ എന്തിനുള്ള സാധ്യതകൾ നമ്മുടെ അടുത്തോട്ട് എന്നുള്ളതാണ്. സാറേ, ഇപ്പൊ നമ്മള് കമ്മിങ് ബാക്ക് ടു വേർ ഐ സ്റ്റാർട്ടഡ്, ഇപ്പൊ ഒരു 70% ആളുകളുണ്ടല്ലോ നമ്മുടെ യങ്സ്റ്റേഴ്സ്, ഇങ്ങനെ ഒരു ഓണ്ടർപ്രണർ ആവണം എന്നുള്ള ആ ഒരു വലിയ ആഗ്രഹം അനുസരിച്ചിട്ട് കുറെ പേര് ഒളിപ്പിച്ചു വെച്ചേക്കണു, കുറെ പേര് അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് സാറിന് കൊടുക്കാവുന്ന ഇങ്ങനെ ഇത്രയും മാനേജ്മെന്റ് ഇത്ര എക്സ്പീരിയൻസ് ഉള്ള സാറ് ഗെയിമിഫിക്കേഷനും കാര്യങ്ങളും ഒരു മൈൻഡിന്റെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ഒരാളായിട്ട് what is the best advice you can give them? ഒരു ഓണ്ടർപ്രണർഷിപ്പിന്റെ ജേർണിയിൽ there will be highs and lows. അപ്പോ never be overjoyed by a great success and never be depressed by a failure. അതാണ് ഒരു ഓണ്ടർപ്രണർഷിപ്പിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് സക്സസ് ഉണ്ടാവും. സക്സസിനേക്കാൾ ബുദ്ധിമുട്ട് സക്സസ് മെയിൻറ്റെയിൻ ചെയ്യിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ പെർസ്പെക്റ്റീവ് ഓഫ് ഫെയിലിയർ. കാരണം ഫെയിലിയർ നമ്മൾ എപ്പോഴും ചോദിക്കുന്നു വാട്ട് ഇസ് ഓപ്പോസിറ്റ് ഓഫ് സക്സസ് എന്ന് ചോദിച്ചാൽ ആൾക്കാർ എപ്പോഴും പറയും ഫെയിലിയർ ആണ്. പക്ഷേ ഫെയിലിയർ ഈസ് നോട്ട് ദ ഓപ്പോസിറ്റ് ഓഫ് സക്സസ്. ഫെയിലിയർ ഈസ് എ പാർട്ട് ഓഫ് സക്സസ്. ഈ J.K. റൗളിങ്ങിന്റെ ഫിലോസഫേഴ്സ് സ്റ്റോൺ, അവരുടെ ആദ്യത്തെ നോവൽ 13 പേരാണ് റിജക്ട് ചെയ്തത്, ബ്ലൂംസ്ബെറി ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്. അതുപോലെ വാൾട്ട് ഡിസ്നി ലോകത്തിന്റെ ഏറ്റവും വലിയ ഓണ്ടർപ്രണേഴ്സിലൊരാളാണ്. അയാളുടെ ബിസിനസ് ഐഡിയ 300ഓളം ബാങ്കുകളാണ് റിജക്ട് ചെയ്തത്. അതുപോലെ ഹാർലൻ സാൻഡേഴ്സ്, KFCയുടെ ഓണർ, അദ്ദേഹത്തിന്റെ 65ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ റെസിപ്പി 1009 ബിസിനസ് റെസ്റ്റോറൻറ്റ്സിന്റെ അടുത്താണ് കൊണ്ടുപോയത്. അവരെല്ലാം റിജക്ട് ചെയ്തിട്ടാണ് അദ്ദേഹം KFC സ്റ്റാർട്ട് ചെയ്തത്.
അപ്പോ ദ മോർ യു ഫെയിൽ ദ ബെറ്റർ യു ബിക്കം എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ, നമ്മുടെ ഫെയിലിയറിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവിന്റെ ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ IBM ഫൗണ്ടർ പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട്. അദ്ദേഹത്തിന്റെ ഒരു എംപ്ലോയി, ഹി മെയ്ഡ് എ മിസ്റ്റേക്ക്, വെരി കോസ്റ്റ്ലി മിസ്റ്റേക്ക്, എ $10 million മിസ്റ്റേക്ക്. അപ്പോ ഹി വാസ് വെരി അപ്സെറ്റ്. അപ്പൊ ഈ എംപ്ലോയിനെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് വിളിച്ചു. അപ്പൊ എംപ്ലോയി വളരെ പേടിച്ച ചേംബറിലേക്ക് വന്നു. എന്നിട്ട് ഇദ്ദേഹം എംപ്ലോയിയോട് ചോദിച്ചു, ഞാൻ നിങ്ങളെ എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോ അയാൾ പറഞ്ഞു, എന്നെ ഒരു ഒബ്വിയസ്ലി യു ആർ ഗോയിങ് ടു ഫയർ മീ. അതിന് അദ്ദേഹം കൊടുത്ത മറുപടിയാണ് ലെജൻഡറി ആൻസർ. യു കാൺ ബി കിഡിങ്, വി ജസ്റ്റ് സ്പെൻഡ് $10 million എഡ്യൂക്കേറ്റിംഗ് യു. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഒരു കമ്പനിക്കും $10 million ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു എംപ്ലോയി ഉണ്ടാവില്ല. അപ്പോ നിങ്ങൾ അയാളെ പറഞ്ഞു വിട്ടാൽ നിങ്ങൾക്ക് ആ $10 million പോയി, ആ $10 million ലേണിംഗ് ഉള്ള ആളും പോയി. അതുകൊണ്ടാണ് കമ്പനീസിന് ഇപ്പോൾ ഫെയിലിയർ അവാർഡ്സ് ഉള്ളത്. എന്തുകൊണ്ടാണ് ഫെയിലിയർ അവാർഡ്സ് കൊടുക്കുന്നത്? കാരണം ഫെയിൽ ചെയ്യാതെ ഒരിക്കലും ന്യൂ പ്രൊഡക്ട്സ് കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ എങ്ങനെയാണ് എംപ്ലോയീസിനെ ഫെയിൽ ചെയ്യാനായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഫെയിൽ ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് ഫെയിലിയർ, ഇറ്റ്സ് ലേണിംഗ്. അപ്പോ പ്രൊഡക്റ്റ് ഫെയിൽ ചെയ്താലും ആ ലേണിംഗ് കമ്പനിക്ക് ഒരു വലിയ വാല്യൂ അഡീഷൻ ആണെങ്കിൽ ദേ ഒബ്വിയസ്ലി റിവാർഡ് ദ എംപ്ലോയി. ഞാൻ കഴിഞ്ഞ ദിവസം സ്റ്റീവൻ ബാർട്ടറ്റ് സാറ് ഫോളോ ചെയ്യുന്നത്, സ്റ്റീവൻ ബാർട്ടറ്റ് ഒരു പോഡ്കാസ്റ്റർ പ്ലസ് ഒരു ബിസിനസ്മാൻ ആണ്, ഇൻവെസ്റ്റർ ആണ്. പുള്ളി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കൊരു മാനേജർ ഉണ്ട്, മാനേജർ ഓഫ് ഫെയിലിയർ. മാനേജർ ഓഫ് ഫെയിലിയർ പുള്ളി ആ മാനേജറിന്റെ പർപ്പസ് വെച്ചാൽ ഫെയിലിയേഴ്സിനെ കുറിച്ച് പഠിക്കുക. ഒരാൾ ഒരു എംപ്ലോയി എന്തെങ്കിലും ഫെയിൽ ആയി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ഫെയിൽ ആയി, അതിനെ കുറിച്ച് പഠിച്ചിട്ട് അതിനെ അതിനെ എൻകറേജ് ചെയ്യാം. മനസ്സിലായി? ആൾക്കാർ കൺസെപ്റ്റുകൾ വരുന്നത് അതെ അതെ. നമ്മള് വെറുതെ പോയത് തോറ്റാ പോരാ. നമ്മുടെ യോധ പറയുന്നതല്ലേ, ചുമ്മാ പോയത് തോറ്റാ പോരെ. അങ്ങനെയല്ല, തോക്കുന്നതിന് ഒരു ശാസ്ത്രമുണ്ട്. യു ഹാവ് ടു ഫെയിൽ ഫാസ്റ്റ്. നമ്മൾ ഒരു ഫെയിലിയർ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞ് ഒരു ഫെയിലിയർ അങ്ങനെ പാടില്ല. ഇപ്പൊ എലോൺ മസ്ക് ഫാൽക്കൺ 1 ഇറക്കി, ഫാൽക്കൺ 1 ഫെയിൽ ആയിരുന്നു. പിന്നെ ഉടൻ തന്നെ 2 ഇറക്കി, 3 ഇറക്കി, അങ്ങനെ 4th അത് നാസയുമായിട്ട് ചേർന്ന ഒരു വലിയ ഹിറ്റ് ആയത്. ആൻഡ് ഫെയിൽ ഓഫൺ. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫെയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫെയിലിയർ കൊണ്ട് നിർത്തരുത്, നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കണം. ആൻഡ് ഫെയിൽ ഏർലി എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ലെൻസിന് ചെയ്തത് അതാണ്. ഗൂഗിൾ ലെൻസ് ഇറക്കിയപ്പോ അത് ഒരു പേഴ്സണൽ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇറക്കിയത്. പക്ഷേ പ്രൈവസി ഇഷ്യൂസ് വന്നു. അപ്പൊ അവരെന്ത് ചെയ്തു? അവരത് ഒരു ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആക്കി. അപ്പൊ ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റ് ആക്കിയപ്പോൾ അത് വലിയ ഹിറ്റായി. ആൻഡ് ഫെയിൽ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെയിലിയറിൽ നിന്ന് നമ്മൾ പഠിച്ച് നമ്മുടെ മുന്നോട്ടുള്ള ഫ്യൂച്ചർ ആക്ഷൻസിന് അത് ബെനിഫിറ്റ് കൊണ്ടുവരണം. അപ്പോ IBM പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ആണ് ആദ്യം ഇറക്കിയത്. പക്ഷെ അതൊരു ഫെയിലിയർ ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് ലേൺ ചെയ്തതാണ് ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടിംഗിലേക്ക് മാറിയത്. അപ്പോ യു ഹാവ് ടു ഫെയിൽ ഓഫൺ, ഫെയിൽ ഫാസ്റ്റ്, ഫെയിൽ ഏർലി ആൻഡ് ഫെയിൽ ഫോർവേഡ്. സാറ് പറഞ്ഞ പോലെ ഈ ഓണ്ടർപ്രണർഷിപ്പ് ജേണിയിൽ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് ഫ്ലൈ ചെയ്തോണ്ടിരിക്കുമ്പോൾ എന്റെ കൂടെ ഫ്ലൈറ്റ് അപ്പുറത്തിരുന്നത് ഒരു വലിയൊരു ബിസിനസ്മാനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഒരു കേരളത്തിലെ ഒരു മെയിൻ ഫർണിച്ചർ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പൊ ഞങ്ങള് ബിസിനസിനെ പറ്റി സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹം ഒരു മെറ്റഫർ എന്റെ അടുത്ത് പറഞ്ഞു, കേരളത്തിൽ ബിസിനസ് ചെയ്യാന്ന് പറയുമ്പോൾ ECG ലൈൻ പോലെയാണെന്ന്. ECG ഇല്ലേ, ഹാർട്ടിന്റെ ECG റിതം അല്ലെങ്കിൽ ലൈൻ പോലെ ആണ് ഇവിടുത്തെ ബിസിനസ് എന്ന്. അപ്പൊ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മള് ഹൃദയം പമ്പ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് താഴത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഹൃദയം റിസീവ് ചെയ്യുന്നുണ്ടെന്നാണ്. എന്നാൽ നേരരേഖയിൽ കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ മരിച്ചു എന്നാണ്. അപ്പോ ഇത് അപ്പും ഡൗണും ഉണ്ടെങ്കിലേ ആ ബിസിനസ് ഉണ്ടാവുള്ളൂ എന്നാണ് ആള് പറഞ്ഞത്. മനസ്സിലായി. അപ്പൊ ഇതിനകത്ത് അതേ ഒരു സ്റ്റോറിയും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒരു രാജാവ് അദ്ദേഹത്തിന്റെ മന്ത്രിമാരുടെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു. എനിക്ക് ഒരേ സമയം സന്തോഷവും ദുഃഖവും തോന്നുന്ന ഒരു വാചകം നിങ്ങൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇവരിങ്ങനെ അന്വേഷിച്ച് ഒരുപാട് നടന്നു, എന്നിട്ടൊന്നും ഒരുപാട് ഉത്തരങ്ങൾ കൊണ്ടുവന്നു, ഒന്നും രാജാവിന് തൃപ്തിയായില്ല. അപ്പോ അവര് ഒരു വലിയ പാരിതോഷികം പ്രഖ്യാപിച്ചു. അപ്പോ ഒരുപാട് നാടുകളിൽ നിന്ന് ആൾക്കാർ വന്നു, അവർക്കൊന്നും അവരൊന്നും പറഞ്ഞത് രാജാവിന് തൃപ്തിയായില്ല. ഒരു ദിവസം അവിടെ ഒരു ഭിക്ഷക്കാരൻ വന്നു. അപ്പൊ അയാളോട് ചോദിച്ചു, എന്തിനാ വന്നത്? ഞാൻ ഇതിൽ പങ്കെടുക്കാൻ വന്നതാണ്. അപ്പൊ ഇവർക്കൊന്നും ഒരു വിശ്വാസമായില്ല, ഇയാൾക്ക് അതിന് ഉത്തരം പറയാൻ പറ്റുമോ.
എന്നാലും ഇയാൾക്കൊരു ചാൻസ് കൊടുക്കാം എന്ന് പറഞ്ഞു. ഇയാൾ ചെന്ന് രാജാവിന്റെ ചെവിയിൽ ഒരു കാര്യം പറഞ്ഞു. രാജാവിന് ഭയങ്കര സന്തോഷമായി. ഇയാൾക്ക് ആ പാരിതോഷികം കൊടുക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് രാജാവ് അവിടുത്തെ ഒരു ആസ്ഥാന സ്വർണ്ണപ്പണിക്കാരനെ വിളിച്ചുകൊണ്ട് വന്ന് ഈ പറഞ്ഞ വാചകം എൻ്റെ മോതിരത്തിൽ കൊത്തിവെച്ച് എനിക്കൊരു മോതിരം തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ആ മോതിരം രാജാവ് ഇട്ടു. അപ്പൊ രാത്രി കിടക്കാൻ നേരത്തെ രാജ്ഞി വന്ന് ആ മോതിരത്തില് ഒന്ന് കണ്ണു നട്ട് അത് വായിച്ചു നോക്കിയപ്പോൾ അതിൽ എഴുതിയിരുന്നത് എങ്ങനെയായിരുന്നു, ഇതും കടന്നു പോകും. അപ്പോ നമുക്കൊരു സക്സസ് ഉണ്ടായാൽ ഇത് വായിക്കുക, ഇതും കടന്നു പോകും. നമുക്കൊരു ദുഃഖം ഉണ്ടായാൽ ഇത് വായിക്കുക, ഇതും കടന്നു പോകും. ദിസ് ടു ഷാൽ പാസ്. അപ്പോ ഓണ്ടർപ്രണറിന്റെ ഒരു വിജയ മന്ത്രമാണ് എപ്പോഴും അവർ ഓർക്കുക. സക്സസ് ഉണ്ടെങ്കിൽ ദിസ് ടു ഷാൽ പാസ്. അതുകൊണ്ട് ബി അലർട്ട്. നമുക്കൊരു പരാജയം ഉണ്ടായാൽ ദിസ് ടു ഷാൽ പാസ്. നമുക്ക് മുന്നിലേക്ക് പോകാനുള്ള വഴി തുറക്കും എന്ന് വിശ്വസിക്കുക. അതെ 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 സാർ, ഒത്തിരി താങ്ക് യു. അത് ഭയങ്കര ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയൊരു കാര്യം കൂടെ ആയതുകൊണ്ട് എനിക്ക് ഒന്ന് ഒത്തിരി ഇപ്പൊ ആ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന 70% ആളുകൾക്കും ഈ ഒരു ഡിസ്കഷൻ വെരി റിവീലിംഗ് ആയിരിക്കും. ഒത്തിരി പോയിന്റ്സ് എടുക്കാനുണ്ടാവും. ശരിക്കും ഒരു MBA ക്ലാസ് എടുത്ത് ഒരു ഫ്രീ ആയിട്ട് ഒരു MBAയുടെ ഒരു ഇതെടുത്ത ഒരു ഫീൽ ഉണ്ടാവും എല്ലാവർക്കും. സോ താങ്ക് യു സാർ, ഞങ്ങളുടെ കൂടെ സമയം സ്പെൻഡ്. ഇനിയും ഇരിക്കണം ഇതേപോലെ തീർച്ചയായിട്ടും. ഒരുപാട് കാര്യങ്ങൾ എനിക്കും പഠിക്കാൻ സാധിച്ചു. ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങള്, കോൺസെപ്റ്റ്സ് ഒക്കെ എനിക്കും പഠിക്കാൻ സാധിച്ചു. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതും നിങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായെന്നുള്ളതും കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളോട് നമുക്ക് മെസ്സേജ് അയക്കുക. ഓൾമോസ്റ്റ് ഒത്തിരി പേരുണ്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ. സോ ലെറ്റ് us know. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളുടെ കമന്റ്സ് ആണ് ഞങ്ങളുടെ ശക്തി. പിന്നെ അവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. നമ്മളോട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് നമ്മുടെ അതിന്റെ ലിങ്ക് ഇട്ടേക്കാം. സോ ലെറ്റ്സ് ഗ്രോ ടുഗദർ. നിങ്ങൾ എന്നും പറയുന്ന പോലെ ഇതും നിങ്ങളെ ഗ്രോ ചെയ്യാൻ സഹായിച്ചു, ഞങ്ങൾ ഗ്രോ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇത് ഈ ഡിസ്കഷൻ നിങ്ങളെ ഗ്രോ ചെയ്യാൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക് യു സാർ. താങ്ക് യു.